തയ്യാറാക്കാൻ പോകുന്നത് ശങ്കപ്പമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ശങ്കപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈദയാണ്. ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് റവ കൂടി എടുക്കാൻ പോവാണ്. ഇനി നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന കണക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഈ അച്ചിനകത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഈ അച്ചയെ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തുക. പരത്തിയതിന് ശേഷം നമ്മുടെ തള്ളവിരലും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കുമ്പോൾ ഈ ആകൃതിയിൽ കിട്ടും. ഇത് വേണം നമ്മൾ പുറത്ത് പോരാൻ.